ഇതിലെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഓരോ മാതാവും പിതാവൊക്കെ ചിന്തിക്കും ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്നുള്ളത്. പക്ഷെ അവരൊന്നും അത് ചെയ്യാത്തതേ സ്വന്തം മക്കളെ ജീവിതം അവരുടെ ഇനിയും ഞാനില്ലാതായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയാവും എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അങ്ങനെയുള്ള കാലത്താണ് നീ സ്വന്തം മോനെ മടിയിലിരുത്തി നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് കൈമുട്ടുകൊണ്ട് കുത്തിക്കുന്നത്. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? മാത്രമല്ല കാലങ്ങളായിട്ടൊരു കുട്ടി ഉണ്ടായിട്ട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ട്രീറ്റ്മെന്റും അമ്പലങ്ങളിൽ വഴിപാട് നടത്തിയും നടക്കണ എത്രയോ ആളുകളെ എനിക്ക് തന്നെ പരിചയമുണ്ട്. എനിക്കുണ്ടൊരു മോളും ഒരു മോനും. അവരെ ഒരു ദിവസം പോലും എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക് എൻ്റെ കുട്ടികളെ. അത്രത്തോളം എനിക്കെന്നല്ല എന്നെ പോലെ മക്കളെ സ്നേഹിക്കുന്ന കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് സ്വന്തം കുടുംബത്തെ. അങ്ങനെയുള്ള ഒരു കുഞ്ഞു പൈതലിനെ നിനക്ക് അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എത്ര ആളുകൾ മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട്, അവർക്ക് കൊടുത്തൂടെ? അങ്ങനെ ചെയ്താൽ പോരെ? എന്തിനാ ഈ ആവശ്യമില്ലാത്ത കുട്ടികളൊക്കെ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലണ്ട, എവിടെയെങ്കിലും റോട്ടുമൊക്കത്ത് കൊണ്ടുപോയിട്ടുള്ളൂ, ആരെയൊക്കെ എടുത്തു കൊണ്ടുപോയിക്കോളും. ആരെയൊക്കെ നോക്കിക്കോളും. കൊല്ലേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് മുന്നേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കടൽ തീരത്ത് ഒരു അമ്മ ഒരു മോളെ കാമുകൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് കടൽ തീരത്ത് കല്ലിനടിച്ചിട്ട് കൊന്ന കേരളമാണ് നമ്മളെ കേരളം. എങ്ങോട്ടാണ് നമ്മൾ ഈ നാടിൻ്റെ പോക്ക് എന്നുള്ളതെന്ന് നമ്മൾ നല്ലോണം ചിന്തിച്ച് നോക്കണം കേട്ടോ. നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടട്ടെ. നീ ഉണ്ടല്ലോ, നീ നിന്റെ മോനെ ഓർത്ത് നീ ദുഃഖിക്കട്ടെ. നിന്റെ കൈ കൊണ്ട് മരിച്ച നിന്റെ മോനെ ഓർത്ത് നീ ദുഃഖിച്ച് നീ അങ്ങനെ തന്നെ മരിക്കട്ടെ. ഓക്കെ.